കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ വിചാരിച്ചതല്ല ഇത്. ഇതാണ് അൽഫാം ലഹം. കണ്ടില്ലേ, പോത്തിന്റെ ഇറച്ചി കൊണ്ടുണ്ടാകണ ഒരു ചുട്ടെടുക്കണം. അപ്പൊ നിങ്ങളൊക്കെ ഇറച്ചി ഇതുപോലത്തെ ചുടാനുള്ള ഇറച്ചി വേണമെങ്കിൽ ചാലക്കുടിക്ക് അടുത്ത് പേരാമ്പ്ര, ഇവിടെ നിന്നാണെങ്കിൽ അടിപൊളി ഇറച്ചി കിട്ടും, അതും നാടൻ പോത്ത്. അപ്പൊ നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. കാരണം ആകെ ഒരെണ്ണത്തിനാണ് വെട്ടുന്നത്, അത് നല്ല പോത്തിന് നോക്കിയിട്ടാണ് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ചുടാൻ എന്ന് പറഞ്ഞാൽ അടിപൊളി പീസ് തരും. കണ്ടാവിക്കുക, ഇതുപോലെ നൈസ് ആയിട്ടുള്ളത് കിട്ടും. അപ്പൊ നമ്മളിത് കൂടുതൽ കട്ടണമെങ്കിൽ 1 സെന്റിമീറ്റർ വണ്ണത്തിൽ മുറിക്കണം. അപ്പൊ സബിത എന്നോട് പറഞ്ഞു കുറച്ച് പച്ചമുളക് വേണം, ഇഞ്ചി വേണം, വേപ്പല വേണം, അതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അവള് അടുക്കളയിലാണ്. ഞാൻ കണ്ട ഇഞ്ചി പറിക്കാൻ പോന്നു. ഓ എന്താ മണം, നാടൻ ഇഞ്ചി കണ്ടില്ലേ. അപ്പൊ നമ്മൾ ഇതാണ് പിക്കാസ്. പിക്കാസിന് 2 തലയും മൂർച്ചയുണ്ടാവും. അപ്പൊ ഇരുതല മൂരി എന്ന് പറഞ്ഞിട്ടൊരു പാമ്പുണ്ട്, അതുപോലെ തന്നെ കണ്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഇഞ്ചി നാടൻ ഇഞ്ചിയാണ്. മണ്ണൊക്കെ ഉണങ്ങി കിടക്കണ കാരണം കൊത്തി പറിക്കണം. കണ്ടില്ലേ സാധനം കണ്ട. അപ്പൊ അടിപൊളി നാടൻ ഇഞ്ചി കണ്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വളരെ നിസ്സാരം മതി. നമ്മള് ഒരു 2 ഇഞ്ചിന്റെ ഒരു പീസാണ് നമ്മൾ നട്ടത്, 2 ഇഞ്ച്. അപ്പൊ ഇനി കിട്ടുന്നത് നോക്കിയോളൂ. കണ്ട് നല്ല ടൈറ്റാണ് അവൻ, കാരണം മണ്ണൊക്കെ അതെ. നോക്കിയ മക്കളെ, നോക്കണ പിള്ളേരെ കണ്ട. 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അത് കൊടുത്തിട്ട് കിട്ടിയത് കണ്ടില്ലേ. ഒരു 300 ഗ്രാം, 300 അല്ല അതിലും കൂടുതലുണ്ട്, 300 കൂട്ടിക്കോ. കിലോയ്ക്ക് 250 രൂപ. അപ്പോ ഒരു 75 രൂപയ്ക്കുള്ള ഇഞ്ചി കിട്ടി. ഞാൻ നട്ടതോ ഒരു പീസ് 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം നട്ടുള്ളൂ. കണ്ടോ, ആകെ ഇട്ട് കൊടുത്തത് ചാണാണ്. അപ്പോൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. വേപ്പല, ഇതാണ് കറിവേപ്പ്. അപ്പൊ സബിത അവിടെ നിന്ന് പറയണ്ടേ സാധനങ്ങളൊക്കെ വേഗം എത്തിക്കുക, അല്ലെങ്കിൽ ഇന്നൊക്കെ സമയം വൈകുന്ന പറയുന്നത് കണ്ടോ. അപ്പൊ നമ്മള് വേപ്പല കൊണ്ടു കൊടുത്തു. അപ്പൊ ഇതാണ് ഇഞ്ചി. അപ്പൊ ഒരു പീസ്, ഒരു 2 ഇഞ്ച് കഷ്ണം കണ്ടോ, ഒരു വെളുത്തുള്ളി, ഒരു കുടം ആയിട്ടൊന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞു കേട്ടാ. എനിക്കങ്ങനെ മിണ്ടാണ്ട് പോയാൽ മതി. ഇനി അതൊക്കെ അവളുടെ പണിയാവും. കണ്ടാ, ഇതുപോലെ നല്ല അടിപൊളി അരച്ചിട്ടുണ്ട് എടുക്കുക. അത് കണ്ട കുത്തി ഇട്ടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒരു 40 രൂപ തന്നെ എൻ്റെ കടയിലുണ്ട്. അതൊന്ന് മേടിച്ച് നിങ്ങൾ കഴിക്കരുത് മക്കളെ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കട്ട പോയാവും. പിന്നെ ഞങ്ങള് കാശ് കിട്ടാൻ വേണ്ടിട്ട് അത് വിൽക്കണമെന്നുള്ളൂ. അപ്പൊ വേണ്ട, നമ്മുടെ ലഹം അതൊന്ന് കട്ട് ചെയ്യണം. ഏത് ലഹം എന്ന് വെച്ചാൽ പോത്തിന്റെ ഇറച്ചി. അതിനാണ് അറബിയാണ്. ഇന്ദഫിമാലും അറബി ആനഫിമാലും മാഫി ഷുവൈ ഹംദിനുള്ള അച്ഛ പോലത്തെ ഹിന്ദി പെട്ടുന്നുണ്ടായില്ല. അപ്പൊ ഞങ്ങളൊക്കെ കുറച്ചാൾ ഞാനേ സൂപ്പർ മാർക്കറ്റിൽ ഫോറിനിലായിരുന്നു. അതുകൊണ്ട് പല ഭാഷകളൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ കയറി വരും. എന്താ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒക്കെ പറയാ എന്താ സാധനം മുളകാ. മുളക് എത്രയെണ്ണ ഒരു ആവശ്യത്തിനുള്ള മുളക് അല്ലേ. മസാലപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി വേണ്ട, കുരുമുളക് പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇതെല്ലാം കൂടി പരട്ടി വെക്കുക. അപ്പൊ അവള് കണ്ടില്ലേ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ പറ്റിയിട്ട് കണ്ടോ. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് നിങ്ങളുടെ രുചിക്ക് അനുസരിച്ചിട്ട് മുളകൊക്കെ ആവശ്യത്തിനിടാം, ഉപ്പും. അപ്പൊ ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം സ്ത്രീകൾക്കൊക്കെ ഇത് ഒരുവിധം ആൾക്കാർക്ക് അറിയാം ഇതില് മുളകും മല്ലിയൊക്കെ എത്ര വേണമെന്നുള്ളത്. മല്ലിപ്പൊടി ഇടില്ല. അപ്പൊ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇതൊക്കെ നമ്മളുടെ തോട്ടത്തിലത്തെ ഫ്രഷ് സാധനങ്ങളൊക്കെ ചേർത്തുന്നത് കണ്ടില്ലേ. അപ്പൊ ഇതൊക്കെ പെരട്ടിയിട്ട് ഇപ്പൊ ഞാൻ കാലത്തൊരു 7 മണിക്ക്, വെളുപ്പിന് 7 മണിക്കാണ് ഇതൊക്കെ ചെയ്തു വെച്ചത്. ഇനി തോട്ടത്തിൽ കുറച്ച് പണികളുണ്ട്, അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഇതെടുത്തൊരു ചുട്ട് എടുക്കുള്ളൂ. അപ്പൊ ഈ പോത്തിന്റെ ഇറച്ചി കണ്ട സൂപ്പർ അടിപൊളി പോത്തിറച്ചിന് നിങ്ങൾക്കൊക്കെ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞില്ലേ.
ഞാൻ തോട്ടത്തിൽ പോവാട്ടോ, കുറച്ച് പണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരാം, എന്നിട്ട് ചുടാം. അപ്പൊ സബിത എല്ലാ പണികളൊക്കെ കഴിച്ചിട്ട് ഇപ്പോ തോട്ടത്തിലേക്ക് വരും. അപ്പൊ ഇത് ചുടാനുള്ള തയ്യാറെടുപ്പാണ്. ഇതാണ് ഗ്രില്ലാണോ ഇത്? ഗ്രില്ലിൽ വെച്ചിട്ട് ചുടാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് കുറെ ചിരട്ട, ഏത് നാളികേരൊക്കെ ചിരണ്ടിട്ടെടുത്ത ചിരട്ട കത്തിച്ചേക്കണം കേട്ടോ. അപ്പൊ ഈ കത്തുന്ന തീയും പോണം, അതിന്റെ പുകയൊക്കെ പോണം. അതിന് ശേഷമാണ് നമ്മള് എന്ത്, ഇതപ്പോ ഒരു മണ്ണിന്റെ ചെടിച്ചട്ടിയാണ്, നല്ല സ്ക്വയർ. പണ്ട് കാലത്തൊക്കെയാണ് ഇത് കിട്ടുള്ളൂ. ഇപ്പൊന്നും സ്ക്വയർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. റൗണ്ടാണ്. റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമുള്ള പണിയാണ്, അതുകൊണ്ടാണ് റൗണ്ട്. അപ്പൊ നമ്മൾ 2 പപ്പായ തണ്ട്, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇടയ്ക്കിട്ടൊന്ന് ഊതി കൊടുക്കണം. കാരണം ഇതിന്റെ തീയൊക്കെ, ആളി കത്തുന്ന തീയൊക്കെ കെട്ട് ഇത് ചാർക്കോൾ ആയതിനു ശേഷമാണ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇടുക, അതായത് കരി. അപ്പൊ ഞങ്ങൾ കൃഷിക്കാർക്ക് ഇങ്ങനെ പൈപ്പിന് ഒരു ഊതാനുള്ള ഓടക്കുഴൽ പോലെയുള്ള ഒരു പൈപ്പിന് കണ്ടോ, അത് പപ്പായ തണ്ടിന്റെ 2 അറ്റവും കട്ട് ചെയ്ത് കളയുക. അപ്പൊ ഒരു പൈപ്പായി. അപ്പൊ ഇത് വെച്ച് ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ചൂടടിക്കില്ല മുഖത്തേക്കൊന്നും. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കഴിയുമ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് തന്നെ ഒരു 1500 രൂപ വേണ്ടി വരും. ഉണ്ട്. അപ്പൊ ഇതുപോലെ പൈപ്പ് വെച്ചിട്ട് ഊതിയാൽ മതി. അപ്പൊ ഡിസയർ ഉണ്ടാവുന്നു. അവൻ ഫാൻ വെച്ചിട്ടാണ് കാറ്റ് കൊടുത്തത്. അപ്പൊ കണ്ടോ, ഇതുപോലെ ഊത കണ്ട, സബിതേര പണിയാണ് കണ്ട. അവിടെ നിന്നിട്ട് അങ്ങോട്ട് ഊതി കൊടുത്താൽ മതി, സുഖമായിട്ട് ഇങ്ങനെ കണ്ട. ഇതിപ്പോ നമ്മളുടെ പോത്തിറച്ചിയിൽ നിന്നുള്ള നെയ്യ് വീഴുമ്പോഴാണ് ആളി കത്തുന്നത്. ആളി കത്തല്ല, ഒരു പോച്ചലൊക്കെ കണ്ടതേ. അപ്പൊ ഞാൻ വന്നപ്പോഴേക്കും ഒരു ഇതൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് സഹായിച്ചു കൊടുക്കണല്ലോ നമ്മള്. അപ്പൊ ഉണ്ടോ, അത് വെന്ത് കഴിയുമ്പോൾ 2 വശം ഇടയ്ക്കിട്ടൊന്ന് മറച്ചു വെച്ചോളണം. ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക ഇടയ്ക്കിട്ട്, കണ്ടോ. അപ്പോഴാണ് 2 പുറം മാറ്റി മറച്ചൊക്കെ വെച്ചാലാണ് അതിന്റെ വേവ് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ, ഈ ഇറച്ചിയുടെ മുകളിൽ നമ്മളെ ഒരു കഷ്ണം തക്കാളി, 2 കഷ്ണം, പിന്നെ സവാള, സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചൂടായിട്ട് അതിന്റെ നീരൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും ഇറച്ചിയിലേക്ക്. അപ്പൊ അതിന്റെ രുചി 10 ഇരട്ടിയാവും. അപ്പൊ നമ്മളുടെ ബീഫ് കൊണ്ട് എടുക്കണം, ഏത് അൽഫാം ലഹം. അപ്പൊ നിങ്ങൾ അൽഫാം ദിജാജ് എന്ന് കേട്ടിട്ടുണ്ടാവും. ദിജാജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറബി വാക്കാണ് കോഴി. അപ്പൊ അൽഫാം ചിക്കൻ അല്ലത്, അൽഫാം ലഹം. മലയാളത്തിൽ പറഞ്ഞെങ്കിൽ കരിയിലല്ല, തീക്കനലില് ചുട്ടെടുത്ത ഇറച്ചിയാണ്. അപ്പൊ ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ ഞങ്ങള് സ്ഥിരം ഉണക്കമീൻ ചുട്ടെടുക്കും, പപ്പടം, ഈ പപ്പടമൊക്കെ ചുട്ടെടുക്കും. ഇതൊക്കെയായിരുന്നു. അതൊക്കെ വല്ലവരോടും പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. ഇന്ന് ഇതിപ്പോ ചുട്ടു എന്ന് പറഞ്ഞാൽ വളരെ അന്തസ്. അപ്പൊ എനിക്കും അത് ലാഭമായി. കാരണം വെച്ചാൽ ഇത് ചുടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ, ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് 1 ലിറ്ററിന് 210 രൂപ ആണ് വില. അതുപോലെ